കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ പോലീസിന്. നിതിൻ ജീവനെടുക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനത്തിനൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മരണത്തിന് വഴിവെച്ചെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇതിനിടെ വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയേക്കും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിനെ മരണത്തിലേക്ക് നയിച്ചത് 3 കാര്യങ്ങളാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപകരിൽ നിന്നും നേരിട്ട ജാതി വിവേചനത്തിനൊപ്പം ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യലുമാണ് നിതിനെ സമ്മർദ്ദത്തിലാക്കിയത്. മാർച്ച് ആദ്യമായിരുന്നു അധ്യാപകനായ ഡോക്ടർ MK റാമിൽ നിന്നുള്ള പീഡനം നേരിട്ടത്. അധ്യാപികയായ ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000-ഓളം രൂപ നിതിൻ വായ്പ എടുത്തിരുന്നു. വായ്പയുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകിയതായി കോളേജ് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു. ഏപ്രിൽ 10-ന് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിനെ വിളിച്ചു വരുത്തിയിരുന്നു. 35 മിനിറ്റോളം നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഇത് ഉൾപ്പെടെയുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം ജീവനൊടുക്കിയതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാപേ എന്ന ആപ്പിൽ നിന്നും നിതിൻ വായ്പ എടുത്തതായി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്കും ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9-ന് മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ലോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നിരുന്നു. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങൾ എത്തി. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവെച്ചതായാണ് ദൃശ്യങ്ങളിലുള്ളത്. മൊബൈൽ ഫോൺ നിതിൻ തന്നെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചപ്പോഴാണ് നിതിനെ ചേംബറിലേക്ക് വിളിപ്പിച്ചത്. അധ്യാപികയുടെ നമ്പർ നൽകിയില്ലെന്നും മാതാപിതാക്കളുടെയും സഹോദരിയുടെയും നമ്പറുകളാണ് നൽകിയിരുന്നതെന്നുമാണ് നിതിൻ പറഞ്ഞത്. അധ്യാപിക തെളിവുകൾ കാണിച്ചപ്പോഴാണ് ഫോൺ തന്നെ ഏൽപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ. മാഡത്തിന്റെ പേര് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴും മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും മാഡം അപ്പം ഇമോഷണൽ ആവും. ഡെഫിനറ്റ്ലി നാച്ചുറലി മാഡം പഠിപ്പിക്കുന്നതാണെന്നല്ല ക്ലാസ് എടുക്കുന്നതാണ്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോണോടെ വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്തു ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനത്തെയും പോലീസ് കുറച്ചു കാണുന്നില്ല. ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ചെരുപ്പ് ധരിച്ചു വന്ന തന്നെ കോളനി എന്ന് വിളിച്ചുവെന്നാണ് ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത്. സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു. നിറം കൂടിയവരെ വെള്ളപ്പാറ്റിയെന്നും പെൺകുട്ടിയെ കറുത്ത പശു എന്ന് വിളിച്ചും പരിഹസിച്ചുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. അവൻ്റെ പേപ്പർ എല്ലാവരും മുൻപിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് മാത്രമല്ല ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവർ ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തി കരിയർ ഇല്ലാതാക്കുമെന്ന് ഭയമുണ്ടെന്നും വിദ്യാർത്ഥികൾ. പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷെയ്മിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചു വെച്ചേക്കും. പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാം ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ 2 അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിന്റെ. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഡോക്ടർ റാമിന്റെ ചിറക്കുനിയിലെ ക്ലിനിക്കിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം തുടരുകയാണ്.
ഡോക്ടർ റാമിനെതിരായ നടപടിയിലൂടെ കോളേജിനെതിരെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.